ഇൻട്രോവേർട്ടുകൾ എക്സ്ട്രോവേർട്ട് എന്ന് വെച്ചാൽ ഒരുപാട് റീൽസ് ഒക്കെ വരുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ. ഇതിൽ ഏത് കാറ്റഗറി ആയിരിക്കും? സെലക്റ്റീവ്ലി എക്സ്ട്രോവേർട്ട്, സെലക്റ്റീവ്ലി ഇൻട്രോവേർട്ട്. ഒരു ആംബിവേർട്ടാണ് അപ്പോൾ. അതെ അതെ. ഓക്കെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ക്യാമ്പസ് പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് ക്യാമ്പസിന് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ലീഡറെ കണ്ടിട്ട് ഇന്നയാളെ പോലെ ആവണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹിച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ നമുക്കവിടെ ആലുവയിലെ ലോക്കലായി സപ്പോർട്ട് ചെയ്ത ലീഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ക്യാമ്പസിൽ അവിടെ ഒരു എൻ്റെ കൂടെ കമ്പാനിയനായിട്ട് പിന്നീടും ഇപ്പോഴും ഉള്ളത് ഒരു അന്ന് ഷർഫ് നിസ എന്ന് പറഞ്ഞ അന്നത്തെ NSUI സെക്രട്ടറി ആയിരുന്നു. പിന്നീട് അവർ പൊളിറ്റിക്സ് അവസാനിപ്പിച്ചു. അപ്പം അങ്ങനെ ക്യാമ്പസിലൊരു കുറച്ച് പേരെ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു KSUവിൻ്റെ വലിയ സമരങ്ങളോ പ്രസംഗങ്ങളോ യൂണിയനോ കാണാൻ പറ്റിയിരുന്നില്ല. നമ്മളത് സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴാണ് നമുക്ക് ആ ഒരു ഗ്രാഫ് ക്യാമ്പസിൽ KSUവിന് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ലീഡർ PT തോമസ് ആണ് എറണാകുളത്ത്. അത് ആള് നമ്മളെ പിക്ക് ചെയ്യാണ് ചെയ്തത്. PT തോമസുമായിട്ട് ഭയങ്കര ആത്മബന്ധമുള്ള ഒരാളാണെന്ന് പോസ്റ്റുകൾ കൂടെയും സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. ആള് തന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു രാഷ്ട്രീയ ഉപദേശം എന്താണ്? ഇപ്പം ഈ പറയുന്ന പോലെ നമ്മുടെ ഡിസിഷൻസിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് ലെവല് താഴ്ത്താനായിട്ട് ഒരുപാട് പേരുണ്ടാവും, ചുറ്റും നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, ആ വിഷയത്തോട് എതിർപ്പുള്ളവരുണ്ടാവും. പക്ഷേ ചില വിഷയങ്ങൾ നമ്മുടെ കോൺഫിഡൻസിലായിരിക്കും മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ നേരത്തെ അധികാരത്തെക്കുറിച്ച് ചോദിച്ചല്ലോ. PT എന്ന വ്യക്തിക്ക് അധികാരവും ദീർഘവീക്ഷണം ഉള്ളത് കൊണ്ടായിരിക്കാം പ്രകൃതിയെക്കുറിച്ച് അന്ന് അത്രയും ഒക്കെ പറയാൻ പറ്റുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നടി ആക്രമിച്ച കേസിലൊക്കെ ആ അധികാരം ഉള്ളത് കൊണ്ടും ആ ഡിസിഷനിൽ ഉറച്ചു നിൽക്കാൻ പറ്റിയത് കൊണ്ടാണ് ഇന്നും ഇരയെ സെലിബ്രേറ്റ് ചെയ്യുകയും ചേർത്ത് നിർത്തുന്ന രീതിയിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി മാറുന്ന രീതിയിലേക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പം ഏത് പാർട്ടി ആയാലും ഏത് മതമായാലും ഏത് വിഷയത്തിൽ ഇടപെടുമ്പോഴും നമ്മൾ എന്താ ചെയ്യണേന്ന് A to Z നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് PT പറഞ്ഞ ഇങ്ങനെ 1 2 3 എന്നൊന്നും ഉപദേശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതിങ്ങനെ ഒരു ഫ്ലോയിൽ നമ്മൾ ഗ്രാസ്പ് ചെയ്തെടുക്കണതല്ലോ.